കൂടുതലും എൻക്വയറീസ് വരുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ലാത്തവർ, അപ്പോൾ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും. ചില ഗ്രൂപ്പ് അവർ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, കേരളത്തിന് മുതൽക്കൂട്ടായി അങ്ങനെ കേരളത്തിൽ ആദ്യമായി ഒരു ജിഗോള, അതേ പുരുഷ വേശ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു ജിഗോളയുടെ ഇന്റർവ്യൂ ഗദ്ദാഫി എന്ന് പറയുന്ന ആ ഒരു പഹേന്റെ, ഗദ്ദാഫിയെ പലർക്കും അറിയാം, ഗദ്ദാഫി എന്ന് പറയുന്ന ആ ഒരു പഹേന്റെ ചാനലിൽ ഇന്നലെ വന്നു. ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പല ആളുകളും ഞെട്ടിയിരിക്കുകയാണ്. അതായത് പലരും ഞെട്ടിത്തെറിച്ചു. ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ, അതായത് പുരുഷ വേശ്യമാരടക്കം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു, എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നതെന്നുള്ള വലിയ ടെൻഷനിലാണ് നിരവധി ആളുകൾ. എന്താണ് സംഭവിച്ചത്? അതായത് ജിഗോള വെളിപ്പെടുത്തുന്നത് ഭർത്താക്കന്മാർ തന്നെ ഭാര്യമാരെ കൂലിക്ക് ആളെ വെച്ച് ചില കലാപരിപാടികൾ നടത്തുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തുന്നത്. ഒപ്പം തന്നെ പ്രമുഖരായ സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ, കേരളത്തിലെ പ്രമുഖ നടിമാർ, നമ്മൾ നെഞ്ചിലേറ്റിയ നടിമാർ ഈ ജിഗോളയെ വിളിച്ച് ഓലുമായിട്ടും ചില കലാപരിപാടികൾ ഓൻ നടത്തിയെന്നാണ് പറയുന്നത്. ഏറെ ഞെട്ടലുളവാക്കുന്ന സംഗതികൾ തന്നെയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഓൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വളരെ വിശദമായി തന്നെ ഈ ഒരു വിഷയത്തെ അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു സത്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. വരട്ടെ. കൂടുതലും എൻക്വയറീസ് വരുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ലാത്തവർ, അപ്പോൾ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും. ചില ഗ്രൂപ്പ് അവർ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ. അതായത് ഈ ഒരു ജിഗോളയെ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു മെനയുള്ള ജിഗോളയല്ല. അതായത് പ്രേക്ഷകർ പോലും ഓനെ സംശയിക്കുന്നത് സൊമാറ്റോയുടെ സ്വിഗ്ഗിൻ ഡാറ്റ ഡെലിവറി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു പഹയനാണെന്നാണ് പലരും കമന്റ് അടിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു ജിഗോള വന്നിരിക്കുന്നു. ആ ജിഗോളയുടെ വെളിപ്പെടുത്തൽ, അതായത് ഓനെ ഫാമിലി അടക്കം, അതായത് ചില ഭർത്താക്കന്മാരായ പഹയന്മാര് ഓനെ കൂലിക്കെടുത്ത് ഭാര്യയുമൊത്ത് ചില കലാപരിപാടികൾ. വല്ലാത്തൊരവസ്ഥ തന്നെ. അതും 40 കഴിഞ്ഞ ചില സ്ത്രീകൾ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ വാസ്തവം നമുക്ക് പിടികിട്ടും. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ് ഓരോ ഫാന്റസിക്ക് ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. ഈ ജിഗോള എന്ന് പറയുന്ന പഹയന്മാരില്ലെന്ന് പറഞ്ഞൂടെ, ധാരാളം ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചുരുക്കമാണ്. അപ്പൊ ഈ ജിഗോള പറയുന്നത് ഓനെ സെലിബ്രിറ്റികളാണ് അധികം വിളിച്ചോണ്ട് പോകുന്നത്, നമ്മുടെ പ്രമുഖ നടിമാർ, നമ്മൾ നെഞ്ചിലേറ്റിയ താരങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും അധികം കാമപ്രാന്തന്മാരുള്ള നമ്മുടെ മലയാള സിനിമാ മേഖലകളിൽ നടികൾക്ക് ഈ ഒരു അവസ്ഥ, എന്തുമാത്രം കാമക്കടുവുകൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഓല എന്താണ് പറയുക, എന്തായിരിക്കും ഓല അവസ്ഥ? അതായത് ഇതുപോലെ ഒരു പഹയനെ വിളിച്ചുകൊണ്ട് പോയി കൂലിക്ക് പൈസ ഓനിക്ക് കൊടുത്തിട്ട് ഇത്തരം കലാപരിപാടികൾ നടത്തുക എന്ന് പറയുമ്പോൾ വല്ലാത്ത ജാതി ഹിമാറുകൾ തന്നെ. അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇവിടെ കണക്കാക്കപ്പെടുന്നത് ഓരോ മണിക്കൂറിലും 15 പഹയന്മാരെങ്കിലും, കാമക്കടുകളായ 15 പേരെങ്കിലും സ്ത്രീകളെ, അതായത് ഓരോ സ്ത്രീയെയും മെസ്സേജ് ആയിട്ടോ ഫോൺ കോൾ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ സമീപിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും അധികം കാമക്കടുവുകളായിട്ടുള്ള ആളുകളുടെ അവൈലബിലിറ്റി ഉണ്ടായിട്ടും ഇതുപോലൊരു പഹയനെ ചൂസ് ചെയ്യണമെങ്കിൽ അത് എത്രക്കാരായിരിക്കും ആ നടികളെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഭയങ്കര, ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്നുമില്ലായിരിക്കും. അവർ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറെ കോണ്ടാക്ട് ഒക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവരുടെ കൂടെ പോകുന്നത്. ഈ ഒരു പഹയനെ, അതായത് ടാറ്റു ഒക്കെ കുത്തിയിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് കാണാം. ഓൻ ആരാണെന്നുള്ളതായിരുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ തേടംബരനെ ഉപയോഗിച്ച്. അതിനു മുമ്പ് ഓന്റെ ടാറ്റു ഒക്കെ കണ്ടിട്ട് ഇതിനു മുമ്പ് ഇതുപോലൊരു പഹയനെ ഒരു നടിയുടെ കൂടെ അങ്ങനെ കണ്ടതായി ഓർക്കുന്നില്ല. റീൽസൊക്കെ നമ്മളും കാണാറുള്ളതാണ്. പക്ഷെ ഇതുപോലൊരു കള്ള ഹിമാറിനെ ഒരു നടിയുടെയും കൂടെ അങ്ങനെ കണ്ടിട്ടില്ല.
ഓൻ പറയുന്ന നടികൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓന്റെ ടാറ്റു മാത്രം മതിയല്ലോ. നാളെ ഓൻ ചുമ്മാതെങ്കിലും ഏതെങ്കിലും ഒരു പ്രമുഖ നടിയുടെ അടുത്ത് നിന്ന ഓള അവസ്ഥ വല്ലാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പകയം പറയുന്നത് അത്ര വിശ്വസനീയമല്ല. ഓനെ അതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. എങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ്? ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്. അതിനു മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50 അങ്ങനെയാണ് റേറ്റ് പെർ ഡേ. 15 to 20K ഒക്കെ തരാൻ ഇവിടെ അപ്പൊ കേരളത്തിലുള്ള ആളുകൾ എപ്പോഴും കുറച്ച് റിച്ചഡ് ആയ ഒരു വില്ലിംഗ് ആയിട്ട് ആൾക്കാരുണ്ട്. പിന്നെ നോർമലി 15 to 25 നോർമലി അങ്ങനെ തരുന്നവരും കുറെ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പൊ ഒരു മാസത്തിൽ അപ്പൊ നിങ്ങൾ എത്ര ക്ലയന്റ്സിനെ വരെ കാണാറുണ്ട്? എങ്ങനെയാണ് അതിന്റെ ഒരു 2 അല്ലെങ്കിൽ 3, ചില സമയത്ത് 5 ഉണ്ടാവും. ഏതായാലും 2-ൽ അധികം ഉണ്ടാവും. 2, 3, 5 മേളിൽ പോയിട്ടില്ല, 2 താഴെയും വന്നിട്ടില്ല. എന്റെ ബലമായ സംശയം അതല്ല, ഇത്രയും അധികം കാമക്കടുവകളുള്ള കേരളത്തില് ഇതുപോലുള്ളൊരു പഹയൻ ഇത്രയും അധികം ഓർഡറുകൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കാം. അതായത് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു സാരിത്തുമ്പെങ്കിലും കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പഹയന്മാരാ കൂടുതലും കേരളത്തിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഓനെ അങ്ങോട്ട് വിളിച്ച് കൊടുത്തിട്ട് 20-25,000 ഉറുപ്പിക കൊടുക്കുന്നത് ആരായിരിക്കും അല്ലേ? വല്ലാത്തൊരവസ്ഥ. ഇവിടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈഫ് എങ്ങനെയാ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വളരെ സജീവമാണോ? എങ്ങനെയാ ഒരു ജിഗോളയുടെ ലൈഫ് ഇവിടെ? അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ, സ്പെഷ്യലി കേരളം അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും, എല്ലാവരെയും കാണും. അവരെന്തൊക്കെ പറയുന്നു അവരുടെ ഇഷ്ടത്തിന്. അതായത് ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഫീലിങ്സ് ഉള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഫീലിങ്സ് ഒക്കെ കുറെ അനുഭവം ഉണ്ട് ഞങ്ങൾക്ക്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വ്യക്തിനെ കാണുമ്പോഴും പുറം ലോകത്ത് അവരൊരു എന്ത് പറയാൻ വേണ്ടി ഒരു പുറത്തവരുടെ ലൈഫ് ഒരുമാതിരിയാണ്. പക്ഷെ ഒരു ബെഡ്റൂമിനകത്ത് പോകുമ്പോൾ അവരുടെ സ്വഭാവവും അവരുടെ ക്യാരക്ടറും അത് വേറെ ഒരു രീതിയാണ്. എപ്പോഴെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒട്ടും അംഗീകരിക്കാത്ത ക്ലയൻസോ അല്ലെങ്കിൽ ഭയങ്കര മോശം അനുഭവങ്ങൾ ഒക്കെ ക്ലയൻസിൽ നിന്ന് നേരിടേണ്ടി വരിക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അങ്ങനെയുണ്ട്. ഇപ്പൊ ചില സ്ഥലത്ത് പോകുമ്പോൾ അവരൊരു ഹൈജനിക്ക് ഇല്ലാതിരിക്കും. അത് പോകുന്നതിന് മുമ്പ് വീഡിയോകളൊക്കെ കാണും, എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് പോകും. ചില സമയത്ത് അവിടെ പോകുമ്പോൾ അവരൊരു എന്തുകൊണ്ട് ഒരു വൃത്തിയില്ലാതെ അല്ലെങ്കിൽ ബോഡി സ്മെൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ഇപ്പൊ വേണ്ട, ഇന്നൊരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ചോദിക്കും എന്ത് പറ്റി, വന്നിട്ട് തിരിച്ചു പോയി, പറ്റിയില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. അപ്പൊ പറയും ഇല്ല, ഹൈജനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വന്നപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അങ്ങനെ പോകാറുണ്ട്. ആക്ച്വലി ഇതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. അതായത് ഈ ഒരു പാകൻ ഓൻ എന്തായാലും ഈ പണിക്കിറങ്ങി. ഓനിക്കോ പ്രതീക്ഷിച്ച മാതിരിയുള്ള സുന്ദരികളായ പെൺകുട്ടികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കുകളൊന്നും ഓനിക്ക് കിട്ടുന്നില്ല. ഓനിക്ക് കിട്ടിയ എന്താണ്? അതായത് ആരും എടുക്കാത്ത ചില ഹിമാറുകളായ ചില പെണ്ണുങ്ങൾ, അത് ഒരു മെനയും ഇല്ലാത്ത, കുളിക്കാത്ത, പല്ല് വെക്കാത്ത ചില പെണ്ണുങ്ങൾ. ഓൻ ചെന്നപ്പോഴത്തേന് പുഴുത്ത് നാറ്റം പിടിച്ചിരിക്കുകയാണ്. ഓന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെ. അതായത് ഒരു മാസം പോലും കുളിക്കാത്ത ചില പെണ്ണുങ്ങൾ ഓനെ വിളിച്ചിട്ട് 20-25,000 രൂപ കൊടുത്തിട്ട് ചില കലാപരിപാടികൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമെന്ന് ആലോചിച്ചേക്കും. ഓന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കും. വൃത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ഓൻ മടങ്ങി വരിക. അതായത് ഈ ഒരു പരിപാടിക്ക് വിളിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു മെനയില്ലാത്ത, ഒരു മനുഷ്യ പൈസ അങ്ങോട്ട് കൊടുത്താൽ പോലും വേണ്ട എന്ന് പറയുന്ന, ഒരു തരത്തിലും ആരെയും കിട്ടാത്ത ഈ എറണാകുളത്തുള്ള 50 വയസ്സുള്ള തൈക്കളവികള്, അതാണ് സംഭവം. അങ്ങനെയുള്ള ആളുകൾ, ഇഷ്ടംപോലെ പൈസയുള്ള ആളുകൾ ഇത്തരം കലാപരിപാടികൾക്ക് എവിടെ എങ്ങനെ തന്നെയാണ് ഇത്തരം കലാപരിപാടികൾക്ക് വിളിക്കും. കാരണം അവർക്ക് വേറൊരാളെ കിട്ടത്തില്ല. വേറൊരാൾ ഇഷ്ടപ്പെട്ട് എന്തായാലും ആള് ചെല്ലത്തില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ജിഗോളയെ സമീപിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജിഗോളകളുടെ ജീവിതം വളരെ കഷ്ടമാണ്. വളരെ മനസ്സ് മടുത്താണ് ഈ ജിഗോളകൾ ഈ നാറ്റം പിടിച്ച സാധനമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജിഗോളകളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. നമ്മളീ പറഞ്ഞ കണക്ക് ജിഗോള ഇങ്ങനെ സുഖിച്ച് ആനന്ദിച്ച് നടക്കുന്ന സംഗതിയൊന്നുമല്ല. ഇനി ഈ ജിഗോള, വലിയ മഹാത്മ്യം പറയുന്ന ഈ ജിഗോളെ എൻ്റെ അഭിപ്രായത്തിൽ ഓനെ എത്രയും പെട്ടെന്ന് പിടിച്ച് അകത്തിടണമെന്നാണ് പറയുന്നത്. 70-ലധികം കലാപരിപാടികൾ ഓൻ നടത്തിയെന്ന് ഓൻ പറയുന്നുണ്ട്. ഓനോന്റെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല, മാസ്ക് ഇട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഓനെ നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തേടംബിയറിന്റെ ഒരു സഹായത്തോടു കൂടി ഓൻ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അത് നമുക്കൊന്ന് കാണാം. തേടംബേര് വരട്ടെ. ഏതാണ് ആ പഹയൻ? Review for LBW. Let's start with the front foot, please. That's a fair delivery. Ultra edge for Nima. Just to tell you whether there's no backing off. On-field decision is not out.
confirm it's a fair delivery. You can go to front on spin vision. Nice and slow. I can see clear gap and no bat involved. You can go to the ball tracking when it's ready. Wicket sitting. I recommend you to change your original decision. എക്സാക്ട് ഇതുപോലെ അല്ലെങ്കിൽ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ഇരിക്കും ഈ ഒരു പഹൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു പഹനെ കണ്ട് അത്രയും മതി ഓൻ പറയുന്നവരും ഇഷ്ടപ്പെട്ട് ഈ പെണ്ണുങ്ങൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും എടുക്കാ ചരക്കുകളായിരിക്കും ഈ ജിഗോളമാരെ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അപരാധന്മാരെ എത്രയും പെട്ടെന്ന് സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ച് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്ത ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ബൈ.